കൊല്ലത്തേക്ക് പോവുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആധിപത്യം സാക്ഷ്യം വഹിച്ച മറ്റൊരു ജില്ല കൂടിയാണ് കൊല്ലം. 11 സീറ്റുകളിൽ 9 ജയം LDFിനൊപ്പമായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റതോടെ ജില്ലയിലെ പല മണ്ഡലങ്ങളിലെയും മത്സരം പ്രവചനാതീതമായിരിക്കുകയാണ്. ജില്ലയിലെ കൊല്ലം, പത്തനാപുരം, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെ മുൻ തിരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഇത്തവണ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നവർ ബിന്ദു കൃഷ്ണ UDFിനായി, S ജയമോഹൻ LDFിനായി മത്സരിക്കുമ്പോൾ ഡോക്ടർ N പ്രതാപ് കുമാർ NDAക്കായി മത്സരിക്കുന്നു. ഇനി കൊല്ലം 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് നില പരിശോധിക്കുമ്പോൾ M മുകേഷ് അദ്ദേഹം CPIനായി മത്സരിച്ചിരിക്കുന്നു. അന്ന് 58,524 വോട്ടുകളാണ് M മുകേഷ് അവിടെ നിന്നും നേടിയത്. R ബിന്ദു കൃഷ്ണ 56,452 വോട്ടുകൾ നേടിയപ്പോൾ സുനിൽ M അദ്ദേഹം BJPക്കായി മത്സരിച്ച സ്ഥാനാർത്ഥി 14,252 വോട്ടുകളാണ് നേടിയത്. നേരിയ ഭൂരിപക്ഷമായിരുന്നു. ഭൂരിപക്ഷം 2,072 ഭൂരിപക്ഷം മാത്രമാണ് M മുകേഷിന് മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇത്തവണയും ബിന്ദു കൃഷ്ണ തന്നെയാണ് അവിടെ UDFിനായി മത്സരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ NK പ്രേമചന്ദ്രൻ കൊല്ലം മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്നും അദ്ദേഹം 60,410 വോട്ടുകൾ നേടിയിട്ടുണ്ട്. M മുകേഷ് 36,618 വോട്ടുകൾ നേടി. G കൃഷ്ണകുമാർ 20,519 വോട്ടുകളാണ് നേടിയത്. 23,792 വോട്ടിന്റെ ഭൂരിപക്ഷം UDFിന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരെ പോകുന്നു പത്തനാപുരത്തേക്ക്. പത്തനാപുരത്ത് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുന്നവർ KB ഗണേഷ് കുമാർ LDFിനായി മത്സരിക്കുമ്പോൾ ജ്യോതികുമാർ ചാമക്കാല UDFിനായി ജനവിധി തേടുന്നു. അനിൽ പിള്ള NDA സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 2020യുടെ കാൻഡിഡേറ്റാണ്. പത്തനാപുരം 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിക്കുമ്പോൾ KB ഗണേഷ് കുമാർ 67,276 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. നേരത്തെയും ജ്യോതികുമാർ ചാമക്കാല തന്നെയായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. അദ്ദേഹം 52,940 വോട്ടുകൾ നേടി. VS ജിതിൻ ദേവ് NDA കാൻഡിഡേറ്റ് 12,398 വോട്ടുകളാണ് നേടിയിരുന്നത്. 14,336 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് KB ഗണേഷ് കുമാറിനുണ്ടായിരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്നും ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ട് നോക്കുമ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് പത്തനാപുരം മണ്ഡലം ഉൾപ്പെടുന്നത്. കൊടിക്കുന്നിൽ സുരേഷായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹം 50,601 വോട്ടുകളാണ് ഈ മണ്ഡലപരിധിയിൽ നിന്നും നേടിയത്. CA അരുൺകുമാർ CPI 49,143 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. ബൈജു കലാശാല അദ്ദേഹം BDJS സ്ഥാനാർത്ഥിയായിരുന്നു. 17,000 NDA കാൻഡിഡേറ്റ് 17,261 വോട്ടുകൾ അവിടെ നിന്ന് നേടി. 1,458 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ നേരെ പോകുന്നു. കൊട്ടാരക്കരയിൽ ഇത്തവണ മത്സരിക്കുന്നവർ KN ബാലഗോപാൽ തന്നെ മന്ത്രിയാണ്. അദ്ദേഹം LDFിനായി മത്സരിക്കുന്നു. ആയിഷ പോറ്റി UDFിനായി മത്സരിക്കുന്നു. LDFിൽ നിന്ന് നേരത്തെ UDFിലേക്ക് ഇത്തവണ വിസ്മയമായി മാറിയ ആയിഷ പോറ്റി. രശ്മി കോൺഗ്രസിൽ നിന്നും NDAയിലേക്ക് പോയിരിക്കുന്നു. അവരാണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. NDA കാൻഡിഡേറ്റ് അവരാണ്. 2016 അസംബ്ലി 2021 മത്സരിച്ചപ്പോൾ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആയിഷ പോറ്റി CPIനായി മത്സരിച്ചപ്പോൾ അവർ അവിടെ നിന്ന് 83,443 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. സവിൻ സത്യൻ UDFിനായി മത്സരിച്ചപ്പോൾ 40,811 വോട്ടുകൾ നേടി. രാജേശ്വരി രാജേന്ദ്രൻ BJPക്കായി മത്സരിച്ചപ്പോൾ 24,062 വോട്ടുകൾ നേടി. 42,632 എന്ന മഹാഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ആയിഷ പോറ്റി CPIനായി മത്സരിച്ചപ്പോൾ അവിടെ നിന്നും ജയിച്ചു കയറിയിരുന്നത്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്നും ഓരോ മുന്നണിക്കും എത്ര വോട്ട് ലഭിച്ചു എന്ന് നോക്കാം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് കൊട്ടാരക്കര മണ്ഡലം വരുന്നത്. അരുൺകുമാർ CA 56,929 വോട്ടുകൾ നേടിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് 53,526 വോട്ടുകൾ നേടിയിരുന്നു. ബൈജു കലാശാല 20,999 വോട്ടുകൾ നേടിയിരുന്നു. 3,403 വോട്ടിന്റെ ലീഡാണ് അവിടെ ഉള്ളത്. ഷമീർ അബ്ദുള്ളാണ് ഈ മണ്ഡലങ്ങളുടെയൊക്കെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷമീറിന് ആദ്യം പോകുന്നത് കൊല്ലം മണ്ഡലത്തിലേക്ക് തന്നെയാണ്. കാരണം കൊല്ലത്ത് ഇത്തവണ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാവും. കാരണം അവിടുത്തെ ഒരു വോട്ടിങ്ങും രാഷ്ട്രീയ അന്തരീക്ഷവും ഒക്കെ ഇത്തവണ അങ്ങനെയാണല്ലോ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ തുടക്കം മുതൽ തന്നെ ഈ വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തവണ തുടക്കം മുതൽ തന്നെ LDFിൻ്റെ മുന്നേറ്റമായിരുന്നു ഈ കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അതേ രീതി അനുവർത്തിക്കുമോ? കാരണം ഇത്തവണത്തെ മത്സരത്തിൻ്റെ ഒരു പിരിമുറുക്കം ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതേ പാറ്റേൺ തന്നെ ഇത്തവണ അനുവർത്തിക്കാനാണോ ഉള്ള ഒരു സാധ്യത? അതിലധികം അടിയൊഴുക്കുകൾ അവിടെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം തദ്ദേശത്തിൽ അത്ര മികച്ച ഒരു നിലയായിരുന്നില്ലല്ലോ LDFിന് ഈ ജില്ലയിലാകെ. അത് ഇവിടെയും പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കൊല്ലം UDF കൈപിടിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്?
ഷാമിലി, കാൽ നൂറ്റാണ്ടായിട്ട് കൊല്ലത്ത് അരിവാൾ ചുറ്റികയാണ് വിജയിക്കുന്നത്. CPIM ആണ് അവിടെ വിജയിക്കുന്നത്. ഇത്തവണ അതിനൊരു മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരിശോധിച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 ഇടങ്ങളിലാണ് UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് LDF മുന്നേറിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും പല ഡിവിഷനുകളിലും കോർപ്പറേഷൻ ഡിവിഷനിലടക്കം പഞ്ചായത്ത് ഡിവിഷനിലടക്കമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് കൊല്ലം നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ 10 വാർഡുകളിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് അതുവഴി വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബിന്ദു കൃഷ്ണ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ എതിർ മത്സരിച്ച സ്ഥാനാർത്ഥി ഒട്ടും മോശക്കാരനായ സ്ഥാനാർത്ഥിയല്ലായിരുന്നു. കാഷ്യൂ കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷമായി ചെയർമാനായിട്ടിരുന്ന ആൾ, ഒപ്പം തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നയാൾ, CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന തൊഴിലാളി മേഖലയിൽ നിന്ന് വരുന്ന ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൊഴിലാളി വിഭാഗത്തിന് വളരെയധികം അറിയാവുന്ന ഒരു നേതാവാണ്. തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു അസംബ്ലി മണ്ഡലം കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടക്കും. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 2 തവണ മുകേഷിനെ തുണച്ചു. അതിനു മുമ്പ് PK ഗുരുദാസനായിരുന്നു MLA ആയി വിജയിച്ചു വന്നത്. ആകെ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് RSP മത്സരിച്ചപ്പോൾ ബാബു ദിവാകരനായിരുന്നു. ബാബു ദിവാകരൻ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം പിന്നീട് ഇങ്ങോട്ട് വിജയത്തിന് ശേഷം പിന്നീട് അദ്ദേഹം രണ്ടാമത് വീണ്ടും മത്സരിച്ചു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആരും ജയിച്ചിട്ടുള്ള കാൽ നൂറ്റാണ്ടായിട്ട് CPMനൊപ്പം നിൽക്കുന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ്. ഒരു സെലിബ്രിറ്റി പരിവേഷം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു എഡ്ജ് മുകേഷിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു. ഇത്തവണ ആ എഡ്ജിന് പകരം ഒരു തൊഴിലാളി നേതാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് CPM അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയെ അപേക്ഷിച്ച് നമ്മൾ പരിശോധിക്കും. ബിന്ദു കൃഷ്ണ കഴിഞ്ഞ 5 വർഷവും MLA എന്ന നിലയ്ക്ക് മുകേഷ് അവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് പറയുമ്പോഴും MLAയുടെ ഒരു സാന്നിധ്യം മണ്ഡലത്തിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാന്നിധ്യം പൂർത്തീകരിച്ച് നൽകിയത് ജനങ്ങൾക്ക് ഒപ്പം നിന്നത് ബിന്ദു കൃഷ്ണയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം, നേരത്തെ ഷാമിലി പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് അവിടെ നടക്കുക. നമുക്കറിയാം, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തൃക്കരിവ പഞ്ചായത്ത്, അതായത് LDFന് വളരെ അപ്രമാദിത്വമുള്ള സ്ഥലമാണ്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ UDF ആണ് വിജയിച്ചതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് പനയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ LDF ആയിരുന്നു മുന്നേറിയതെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവിടെ LDF തന്നെയാണ്. ഒപ്പം തന്നെ LDFന് എഡ്ജുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തൃക്കടവ് ഡിവിഷനുണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷനിൽ മുളങ്കാടകം ഡിവിഷനുണ്ട്, കുരീപ്പുഴയുണ്ട്, കുരീപ്പുഴ ടൗണുണ്ട്. ഒപ്പം തന്നെ കച്ചേരി മാത്രം 10 ഇടങ്ങളിലാണ് പ്രധാനമായും അവർക്ക് എഡ്ജുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ UDF ആണ് മുന്നേറിയത്. ഒപ്പം തന്നെ BJPയുടെ ഒരു മുന്നേറ്റം കൂടി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം. BJP പ്രധാനമായും മുന്നേറിയ സ്ഥലങ്ങൾ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ്. കോർപ്പറേഷൻ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർമാരെ ഉണ്ടാക്കിയതും കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ BJP വോട്ടുകളും അവിടെ നിർണായകമായി വരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയധികം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് ഞാൻ കൊട്ടാരക്കരയിലേക്ക് വരികയാണ്. ഷമീറ, കൊട്ടാരക്കരയിൽ നമുക്കറിയാം 2 വിസ്മയങ്ങൾ അവിടെ സംഭവിച്ചതാണ്. ഒന്നത് ഐഷ പൂറ്റിയാണെങ്കിൽ മറ്റൊന്ന് രശ്മിയാണ്. രശ്മി UDFൽ നിന്ന് NDAയിലേക്ക് വരുമ്പോൾ ഐഷ പൂറ്റി CPMൽ നിന്ന് നേരെ UDFിലേക്ക് മാറുകയും ചെയ്തു. ഇവർ 2 പേരും മത്സരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ബാലഗോപാൽ തന്നെയാണ് അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് LDFനായി. പക്ഷേ ബാലഗോപാലിൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 10,000-ൽ താഴെയാക്കിയ ഒരാൾ രശ്മി ഇത്തവണ NDAയിലാണ്. നേരത്തെ തന്നെ വലിയ നമ്മൾ 2016 കണക്കുകളിലൊക്കെ നോക്കുമ്പോൾ അത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഐഷ പോറ്റി ഇത്തവണ UDFനായി അവിടെ ജനവിധി തേടുമ്പോൾ തീർച്ചയായും ഈ ചില മുന്നോക്ക ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടൊക്കെയാണല്ലോ അവിടെ നിർണായകമായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് NSSനും നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോക്കറ്റുകളൊക്കെ ഏത് രീതിയിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക? ഇവിടെയൊക്കെ ഒരു അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു എഡ്ജ് UDFന് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കാരണം ആദ്യം ഈ ഒരു സ്ഥാനാർത്ഥിയെ അവർ അവതരിപ്പിക്കുന്നു. ഐഷ പോറ്റി ഒരു വിസ്മയമായി അവതരിപ്പിക്കുന്നു. ഐഷ പോറ്റിയും KN ബാലഗോപാലും തമ്മിൽ മത്സരിക്കുന്നു. 3 തവണ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരാൾ, അതും KN ബാലഗോപാലിനെതിരെ മത്സരിക്കുന്നു എന്ന തരത്തിൽ വലിയ മത്സരം അവിടെ കാഴ്ചവെക്കാനായിട്ടായിരുന്നു ഐഷ പോറ്റി വരികയും ചെയ്തത്. പെട്ടെന്നായിരുന്നു കോൺഗ്രസ് പാളയത്തിൽ നിന്നും
ബാലഗോപാലിനെ 10,000 താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ കോൺഗ്രസ് തന്നെയുള്ള ആർ രശ്മി BJP-യിലേക്ക് പോയി. നമുക്കറിയാം ആർ രശ്മി ഒരേ ദിവസം തന്നെ BJP-യിൽ അംഗത്വം എടുക്കുന്നു. അന്നേ ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖർ അവരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവർ എത്രത്തോളം ജനകീയ ഇടപെടൽ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ BJP കൃത്യമായൊരു മുന്നേറ്റം നടത്താൻ ഒരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ കൊട്ടാരക്കരയെ നമ്മൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് CPM-ന്റെ കോട്ടയാക്കി, ഇടതുപക്ഷത്തിന്റെ കോട്ടയാക്കി കൊട്ടാരക്കരയെ മാറ്റിയ ഐഷ പോറ്റിയാണ് KN ബാലഗോപാലിനെതിരെ മത്സരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ ആ വിസ്മയം, അതായത് ഐഷ പോറ്റി എന്ന വിസ്മയത്തിനൊപ്പം തന്നെ മറ്റൊരു വിസ്മയം BJP-യിലും ഉണ്ടാകുന്നു. കോൺഗ്രസിൽ നിന്ന് പോയ രശ്മി BJP-യിലെത്തി മറ്റൊരു വിസ്മയം കാഴ്ചവെക്കാൻ ഒരു ത്രികോണ മത്സരം അവിടെ കാഴ്ചവെക്കുന്നു. ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ നമുക്കറിയാം KN ബാലഗോപാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആ നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം സോഹോ പാർക്ക്, ഒപ്പം തന്നെ നിരവധി എടുത്തു പറയാൻ പറ്റുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ KN ബാലഗോപാൽ ആ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നീട് CPM വോട്ടുകൾ എങ്ങനെയായിരിക്കും ഐഷ പോറ്റിക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഐഷ പോറ്റി ആ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കും എന്നതിരിക്കും. ഒപ്പം തന്നെ മുന്നോക്ക ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര കഴിഞ്ഞാൽ മാത്രമേ പത്തനംതിട്ട അടക്കമുള്ള ജില്ലയിലേക്ക് ബന്ദിക്കോസ് അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ട്, NSS അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ടും കൊട്ടാരക്കരയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. എന്തായാലും ഒരു പ്രധാനമായ എഡ്ജ് ഇപ്പോഴും ഉള്ളത് KN ബാലഗോപാലിനാണ്. ശരി, പത്തനാപുരത്തേക്ക് കൂടെ വരികയാണ്. 25 വർഷമായി കൈവശമുള്ള മണ്ഡലമാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നു. ജയിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു പ്രാതിനിധ്യം ഇല്ലാതായി മാറുന്ന ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം. അപ്പോൾ പലതരം തലത്തിൽ അവിടെ ഇത്തവണ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. പക്ഷേ ഇത്തവണ ഒരു ടൈറ്റ് മത്സരം ജ്യോതികുമാർ ചാമക്കാലയുമായി നടക്കുന്നു എന്നാണല്ലോ അവിടെ നിന്നും ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. എന്താണ് അവിടെ വലിയ അടിയൊഴുക്കുകളോ അട്ടിമറികൾക്കോ ഒക്കെ ഇത്തവണ സാധ്യതയുണ്ടോ ഷമീർ? തീർച്ചയായിട്ടും നമുക്ക് ജ്യോതികുമാർ ചാമക്കാല നിസ്സാരനായ ഒരു സ്ഥാനാർത്ഥിയായി തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിനൊപ്പം മത്സരിച്ചയാളാണ്. ഗണേഷ് കുമാർ മത്സരിച്ചപ്പോഴൊക്കെ 25,000, 20,000 അങ്ങനെ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വന്ന ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് 14,000-ലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷം കുറയ്ക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്കായി. ജ്യോതികുമാർ ചാമക്കാല നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ചാനൽ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ ആ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ സജീവമായി പ്രവർത്തിച്ചു. ഒപ്പം തന്നെ നമുക്ക് KB ഗണേഷ് കുമാറിനെ എടുത്തു പറഞ്ഞാൽ ഷാമിലി ആദ്യം പറഞ്ഞ പോലെ തന്നെ KB ഗണേഷ് കുമാറിന് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. 25 വർഷമായി ആ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടാകും. MLA എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിലൊക്കെ തന്നെ KB ഗണേഷ് കുമാറിന് ആ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഇടവും അറിയാം. ഒപ്പം തന്നെ KB ഗണേഷ് കുമാറിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ ചില ആ വിവാദങ്ങൾ ഉയർത്തിക്കാട്ടുകയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫാക്ടർ, ഉമ്മൻചാണ്ടിയെ അവസാന സമയം ഉമ്മൻചാണ്ടി ചതിച്ചത് ഇത്തരത്തിൽ ഗണേഷ് കുമാർ എന്ന തരത്തിൽ അവിടെ വലിയ പ്രചരണം നടത്തുകയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെ KB ഗണേഷ് കുമാറിനെതിരെ പ്രചാരണ രംഗത്ത് അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്തു. അതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാകും. ഒപ്പം തന്നെ NSS-ന്റെ സീമന്ത പുത്രനായിരുന്നു ഗണേഷ് കുമാർ. പക്ഷേ ഇത്തവണ NSS-മായി അത്ര രസത്തിലല്ല ഗണേഷ് കുമാർ മത്സരത്തിലേക്ക് ഇറങ്ങിയത്. എന്നിരുന്നാലും ഒരു ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കാൻ KB ഗണേഷ് കുമാറിന് നിയമസഭാ മണ്ഡലത്തിൽ കഴിയും. ക്രൈസ്തവ വോട്ടുകളാണ് ആ നിയമസഭാ മണ്ഡലത്തിൽ പ്രധാനമായും NSS വോട്ടിനൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമായി നിൽക്കുന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ്. BJP-ക്ക് വലിയ ശക്തിയൊന്നുമില്ലാത്ത ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന 2020-യുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വളരെയധികം പ്രധാനമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരാളൊന്നുമല്ല അവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ മത്സരിക്കുന്നത് ജ്യോതികുമാർ വേഴ്സ് ഗണേഷ് കുമാറാണ് മത്സരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ ഗണേഷ് കുമാറിന് ഒരു എഡ്ജ് ഉണ്ട് എന്ന് വേണം പറയാൻ. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. വ്യക്തമാണ്.